ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് വരുന്നത് ക്ലാസ് ഡേ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന്റെ പോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ടീം മെമ്പർ തന്നെ ആയിട്ടുള്ള സിന്ധു മാമിന്റെ ക്ലാസ് ആണ് ഇന്ന് വരുന്നത്. അപ്പോൾ മാമിന്റെ ടോപ്പിക് എന്ന് പറഞ്ഞത് ഹെൽത്ത് ആണ്. നമ്മളെ മൈൻഡിന്റെ പോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സംഭവമാണ് ഹെൽത്ത് എന്ന് പറയുന്നതും. അപ്പൊ അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിന്റെ എത്രത്തോളം വാല്യൂ നമ്മൾ കൊടുക്കണം എന്നുള്ള കാര്യമൊക്കെ നമ്മളിപ്പോൾ ഈ ഒരു ബി മാജിക്കിലൂടെയും മെഡിറ്റേഷനിലൂടെ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹെൽത്ത് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഞാൻ സിന്ധു മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സിന്ധു മാം, പ്ലീസ് വെൽക്കം മാം. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് മാം. ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു. യെസ് മാം, പറഞ്ഞോളൂ. ക്ലിയർ ആണ്. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് ആരോഗ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ആരോഗ്യം ഇല്ലെങ്കിൽ നമ്മളൊന്നും ഇല്ല. അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ആരോഗ്യമാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സ് ഒന്ന് റെഡിയാക്കി വെക്കുക. ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. നമ്മള് ആദ്യം പറയാൻ പോകുന്നത് മർമ്മമാണ്. മർമ്മം. ഇപ്പൊ നമുക്കറിയാം, ഒരു സിനിമ കാണുമ്പോഴും നമുക്കതിലൊരു മർമ്മം ഉണ്ടാവും അല്ലെ, ഒരു ക്ലൈമാക്സ് ഉണ്ടാവും. ഒരു കഥ വായിക്കുമ്പോഴും അതിലൊരു മർമ്മം ഉണ്ടാവും. എന്തിനും ഒരു മർമ്മമുണ്ട്. അതുപോലെ മനുഷ്യ ശരീരത്തിലുമുണ്ട് ഒരു മർമ്മം. ആ മർമ്മമാണ് ഏറ്റവും പ്രധാനം. ആ മർമ്മം ഏതാണ്, ഏത് അവയവമാണെന്ന് ആർക്കെങ്കിലും അറിയാൻ പറ്റൂ? അറിയുന്നുള്ളവരൊന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഉണ്ണികൃഷ്ണ സാർ പറയുന്നത് ഹാർട്ടാണെന്ന്. വേറെ അഭിപ്രായങ്ങളുള്ളവർ പോരട്ടെ. ശ്രീരാജ് പറയുന്നത് സ്കിന്നാണെന്ന്. ഇനിയും തലച്ചോറ്, ഹാർട്ട്, സ്കിന്ന്. പക്ഷെ ഞാൻ പറയുന്നത് മനസ്സാണ്. നമ്മളെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം എന്ന് പറയുന്നത് മനസ്സാണ്. അല്ലെ? നിങ്ങളൊന്ന് സ്വയം ചിന്തിച്ചു നോക്ക്. നമ്മൾ ഏത് വഴിക്ക് പോകണം എന്ന് പറയുന്നത് ആരാ? മനസ്സല്ലേ. ഇന്ന ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത് ആരാ? മനസ്സല്ലേ. നമ്മൾ ഇങ്ങനെ പോണ വഴിക്ക് ഒരു കടയിൽ നിന്ന് ഇങ്ങനെ നല്ല ചിക്കൻ ഫ്രൈയുടെ മണം വരുന്നു, അല്ലെങ്കിൽ ബിരിയാണിയുടെ മണം വരുന്നു. അപ്പൊ നമ്മളെ മനസ്സ് പറയും, പോന്ന് അങ്ങോട്ട് കേറിയെങ്ങ അല്ലെ, നമുക്കത് കഴിക്കായിരുന്നു. അപ്പൊ നമ്മളെ ആരോഗ്യത്തെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് മനസ്സാണ്. അപ്പൊ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം എന്ന് പറയുന്നത് നമ്മളെ മനസ്സാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? മനസ്സിന് വേണ്ട ചികിത്സ കൊടുക്കണം അല്ലെ. മാനസികമായിട്ട് നമ്മൾ നല്ല സന്തോഷവതിയായിരിക്കാൻ ശ്രമിക്കുക. അപ്പൊ ആരോഗ്യം എന്ന് പറയുന്നത്, പണ്ടൊക്കെ പറഞ്ഞിരുന്ന രോഗമില്ലാത്ത ഒരവസ്ഥയാണ് ആരോഗ്യം എന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ അതല്ല. മാനസികമായും ശാരീരികമായും ഉണ്ടാവുന്ന ഒരു എന്താ പറയുക, ഒരു എനർജി അല്ലെ, ഒരു ഉന്മേഷം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ ആരോഗ്യവാനാവുക. അതാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മാനസികമായും ശാരീരികമായും നല്ല ഒരു എനർജി വരണം. പിന്നെ പറയുന്നത്, ഞാൻ ഓരോ പോയിന്റ് ആയിട്ടാ പറയുന്നത്, ആഹാരമാണ്. അപ്പൊ നമ്മള് നല്ല ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുള്ളൂ അല്ലെ. ഇപ്പൊ ഇന്നത്തെ തലമുറ വെച്ച് നോക്കുകയാണെങ്കിൽ അധികം ആൾക്കാരും പോകുന്നത് ഫാസ്റ്റ് ഫുഡിന്റെ പിന്നാലെയാണ്. പക്ഷെ നമുക്ക് ഫാസ്റ്റ് ഫുഡ് കഴിക്കാം. എങ്ങനെ? മാസത്തിൽ ഒരു തവണയൊക്കെ നമ്മള് ആഗ്രഹം അല്ലെ, നമുക്ക് മനുഷ്യരാണ്, നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവാം. നമ്മളിപ്പോ ഞാൻ പറഞ്ഞു നേരത്തെ, അതിന് പോണ സമയത്ത് ആ മണം ശ്വസിക്കുമ്പോൾ നമുക്ക് തോന്നുമെന്ന് തിന്നണമെന്ന് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? മാസത്തിൽ ഒരു തവണ നമുക്ക് വേണമെങ്കിൽ പോയിട്ടൊന്ന് അതൊന്ന് മേടിച്ച് കഴിക്കാം. അതുകൊണ്ടൊന്നും തെറ്റില്ല. പക്ഷെ ഇത് ഡെയിലി കഴിക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ ഹോട്ടലുകാരായാലും ബേക്കറി കടക്കാരായാലും ആരായാലും അവരിത് കച്ചവടത്തിനായിട്ട് വെച്ചുള്ള സാധനങ്ങളാണ് അല്ല. അവർക്ക് എന്താ വേണ്ട? ബിസിനസ്സാണ്. അവര് മെയിനായിട്ടും ചെയ്യുന്നത് ബിസിനസ്സാണ്. അപ്പൊ ഒരിക്കലും അവര് നമ്മളെ നന്നാക്കാനല്ല ഇരിക്കുന്നത്. അപ്പൊ നമ്മളെ ഹെൽത്തിനെ കുറിച്ച് പൂർണ്ണമായും ബോധമുള്ള ഒരാള് ഒരിക്കലും അങ്ങനത്തെ ഒരു വഴി കൂടെ പോവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനോട് ഇഷ്ടം കാണിക്കുക, അതിനോട് ആഗ്രഹം തോന്നുക. നമുക്ക് എന്ത് വേണേലും നമ്മളെ വീട്ടിലുണ്ടാക്കി കഴിക്കാം. അപ്പോ എല്ലാവരും വീട്ടിൽ നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുക. എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക?
അധികം ആൾക്കാരും വിശപ്പ് മാറുന്നത് വരെ എന്താ കഴിക്കുക? ചോറാണ് കഴിക്കുക, അല്ലെ? ഒരുപാട് ചോറ് വാരി തിന്നും. ബാക്കിയുള്ള ഐറ്റംസ്, പച്ചക്കറി ആയിക്കോട്ടെ, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു പാത്രം എടുത്താൽ അതിൽ 3/4 ഭാഗം ചോറും പിന്നെയോ മീൻ വറുത്തത്, ഇല്ല? മീൻ വറുത്ത ഇല്ലാണ്ട് ചോറ് പോവില്ലായിരിക്കും. മീൻ വറുത്തത് ഇതെന്നൊക്കെ നമുക്ക് എന്താ നമ്മളെ ശരീരത്തിന് കിട്ടുന്നത്? ഒന്നും കിട്ടണില്ല. അപ്പൊ ചോറിന് നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ് ആണെന്നുള്ളത്. നമുക്കൊരു ദിവസം പ്രോട്ടീൻ വേണം, വൈറ്റമിൻസ് വേണം. ഇതെല്ലാം നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കണം, അല്ലെ? അപ്പൊ നമ്മൾ ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ 1/4 ഭാഗം ചോറും പിന്നെ നമുക്ക് പച്ചക്കറി കൂടുതൽ കഴിക്കാം. ഇപ്പൊ അവിയൽ ഉണ്ടാക്കാം, സാമ്പാർ ഉണ്ടാക്കാം, തോരൻ ഉണ്ടാക്കാം. പച്ചക്കറി എങ്ങനെ വേണമെങ്കിലും ഏത് രീതിയിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അപ്പോ പച്ചക്കറി ഒരു അരഭാഗത്തോളം തന്നെ പച്ചക്കറി കഴിക്കണം എന്ന് ഞാൻ പറയാം. അതിൽ കൂടെ നമ്മൾ കുറച്ച് മാംസം, അല്ലെ? അതും കൂടി നമുക്ക് ഇതിലേക്ക് വേണം. മാംസം കഴിക്കാതെ നമുക്ക് നടക്കില്ല, കാരണം പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ മാംസം കൂടി നമുക്ക് വേണം. അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കുറച്ചൊക്കെ അങ്ങനെ ശ്രദ്ധിക്കണം. അപ്പൊ മാത്രമേ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നിർബന്ധമാണ് എന്ത്? ഉറക്കം, അല്ലെ? ഒരു മനുഷ്യൻ ഉറങ്ങാൻ്റെ എന്തെല്ലാം അസുഖങ്ങൾ വരുന്നറിയോ? നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അധികം ആൾക്കാരും പറയണേക്കാൻ ചെന്ന് കിടന്ന 12 മണി ആവണം ഒന്ന് ഉറങ്ങണമെങ്കിൽ. എന്തുകൊണ്ടാണ് ഈ 12 മണി ആവണത്? അവരെ കയ്യിൽ എന്തായിരിക്കും ഉണ്ടായിരിക്കുക? മൊബൈൽ ഫോൺ, അല്ല? അല്ലെങ്കിൽ എന്താവും? TV കണ്ടുകൊണ്ടിരിക്കും. വെറുതെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ചെന്ന് കിടന്നാലല്ലേ ഉറക്കം വരിക. അപ്പൊ അവര് അതിന് ശ്രമിക്കാതെ അവരെന്ത് ചെയ്യും? ഈ മൊബൈൽ ഫോൺ നോക്കിയിരിക്കും, അല്ലെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ ഒരു മനുഷ്യന് ഉറക്കം കിട്ടാൻ എന്തൊക്കെ ഉണ്ടാവുക? വിഷാദരോഗം വരും, തലവേദന വരും, അല്ലെ? നമുക്ക് ഓരോ ശാരീരിക പ്രശ്നങ്ങളും വരുന്നത് ഈ ഉറക്കക്കുറവ് കൊണ്ടാണ്. അപ്പൊ അധികം ആൾക്കാരും എന്ത് ചെയ്യണം? നേരത്തെ കിടന്നുറങ്ങാൻ ശ്രമിക്കുക. നമ്മൾ ഒരു ദിവസം ഒരു വ്യക്തി 7 അല്ലെങ്കിൽ 8 മണിക്കൂർ നേരം ഉറങ്ങണം. ഒരു കൗമാരപ്രായമായ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അവരൊരു 12 മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നാണ് പറയുന്നത്. നമ്മൾ ഏതൊരു വ്യക്തിക്കും പരിപൂർണമായ ആരോഗ്യം വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഉറക്കവും കൂടി ഇതിന് ആവശ്യമാണ്. പിന്നെ നമുക്ക് പ്രതിരോധ ശേഷി കുറയും, അതുപോലെ തന്നെ ഓർമ്മക്കുറവ്, ഇതൊക്കെ നമുക്ക് വരുന്ന ഒരു അസുഖമാണ് ഉറക്കം കുറഞ്ഞാൽ. പിന്നെ പറയുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ വ്യായാമമാണ്. വ്യായാമം നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോ ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമ്മൾ ശ്വസിക്കുന്നുണ്ട്, അല്ലെ? ഇപ്പൊ നമുക്ക് നല്ല രീതിയിൽ ഉറങ്ങാനും കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അത്യന്താപേക്ഷിതമാണ് എന്ത്? വ്യായാമം. അപ്പൊ ഒരു ദിവസം നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും വ്യായാമത്തിനായിട്ട് മാറ്റിവെക്കുക എന്നുള്ളതാണ്. ഈ വ്യായാമം നിത്യേന ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മളെ ശരീരത്തിലെ എല്ലാ നാഡീഞരമ്പുകളിലൂടെയും എല്ലായിടത്തേക്കും ബ്ലഡ് സർക്കുലേഷൻ നടക്കാൻ വേണ്ടി വ്യായാമം ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നല്ല നല്ല മസിലുകളെ ബിൽഡപ്പ് ചെയ്യാനൊക്കെ വ്യായാമം കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. അതുപോലെ ഹൃദയാരോഗ്യം മെച്ചപ്പെടാനും, അതുപോലെ അർബുദം, ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ, അതുപോലെ തന്നെ മസിലുകളും എല്ലുകളൊക്കെ ബലപ്പെടാനും, നല്ല ഊർജം കിട്ടാൻ, നല്ല ആരോഗ്യം കിട്ടാൻ, അതുപോലെ നമുക്ക് നല്ല സൗന്ദര്യം ഉണ്ടാവാൻ, അല്ലെ? നല്ല ഏകാഗ്രത ഉണ്ട്. ഇതിനൊക്കെ നമുക്ക് വ്യായാമം നല്ലതാണ്. ഒരു ദിവസം വ്യായാമം ചെയ്താൽ നമുക്ക് അന്നത്തെ ദിവസം നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ സാധിക്കും. അപ്പൊ ആരോഗ്യം എന്ന് പറയുന്നത് കൊണ്ട് ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളത്. പിന്നെ നമ്മളെ ശരീരത്തില് ഇപ്പൊ നമുക്ക് തലച്ചോറ് ഓൾറെഡി ഉണ്ട്, പക്ഷെ ഒരു തലച്ചോറും കൂടി ഉണ്ട് നമുക്ക്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരു തലച്ചോറും കൂടി നമ്മളെ മനുഷ്യന്റെ ശരീരത്തിലുണ്ട്. അതെന്താന്ന് ആർക്കെങ്കിലും അറിയാൻ പറ്റിച്ചെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യണമെങ്കിൽ നന്നായിരുന്നു. ഹലോ, അറിയില്ല, ആർക്കും അറിയില്ല. പല്ല്, പിന്നെ അറിയില്ല. നമുക്ക് ഒരു തലച്ചോറും കൂടി ഉണ്ട്. നമ്മൾ കേട്ടിട്ടില്ലേ? കുടൽ നന്നായാൽ ഉടല് നന്നാവും. കേട്ടിട്ടില്ലേ? മനസ്സല്ല, കുടൽ നന്നായാൽ ഉടൽ നന്നായി നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? നമ്മളെ ശരീരത്തിലെ 2ാമത്തെ തലച്ചോർ എന്നറിയപ്പെടുന്നത് കുടലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ ദഹനം നടക്കണ്ടേ? വേണ്ടേ? ദഹിച്ചാൽ മാത്രമല്ലേ നമുക്ക് അടുത്ത ട്രിപ്പ് ചെല്ലാൻ പറ്റുള്ളൂ.
ഇല്ലെങ്കിൽ നമ്മളെ വയറിന് അസ്വസ്ഥത വരും. എങ്ങനെയാണ് ദഹനം ഒരു വ്യക്തിയിൽ ശരിക്കും ദഹനം നടക്കണം എന്നുള്ളത് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? എങ്ങനെ മനസ്സിലാക്കുക? മോഷൻ എന്ന് പറയും നമ്മള് അല്ലെ? ചിലപ്പോ നല്ല രീതിയിൽ മോഷൻ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ദഹിച്ച്, ഒരിക്കലും അല്ല. മോഷൻ മാത്രമല്ല, അവിടെ അസിഡിറ്റി, നമുക്ക് പുളിച്ചു തേട്ടൽ, നമുക്ക് പുകച്ചിൽ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ഒരിക്കലും ദഹനം നല്ല രീതിയിൽ നടക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ ദഹനം നടക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ അസുഖങ്ങളൊന്നും ഇല്ലാതെ, അല്ലെ? അതുകൊണ്ട് അങ്ങനെ പോകുന്ന ഒരാൾക്ക് മാത്രമേ ദഹനം നടക്കുന്നുണ്ട് നല്ല രീതിയിൽ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇന്ന് ഒരു 100 ആളെ എടുത്തു കഴിഞ്ഞാൽ 95% ആൾക്കാർക്കും അസിഡിറ്റി, പുളിച്ചു തട്ടലും, അല്ലെ, വയറിനകത്ത് പുകച്ചില്, എരിച്ചില്, നെഞ്ചെരിച്ചില്, ഇതെല്ലാം ഉള്ള ആൾക്കാരാണ്. ഇല്ലാത്തത് ചിലപ്പോ 5 പേരെ ഉണ്ടാവുള്ളൂ. അപ്പോ അങ്ങനെ ആ 5 പേർക്കായിരിക്കും എന്ത് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നതിലൂടെ ദഹനം നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ 95 പേര് ഇങ്ങനെ ആവുന്നത്? അവർക്ക് നല്ലൊരു കൃത്യനിഷ്ഠ ഇല്ലാഞ്ഞിട്ട്, അല്ലെ, നല്ലൊരു ഹാബിറ്റ് അല്ലെങ്കിൽ നല്ലൊരു ഡെയിലി റൊട്ടീൻ ഇല്ലാത്തതിന്റെ കാരണത്താലാണ് അവർക്ക് അങ്ങനെ വരുന്നത്. ഞാനടക്കം നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിനും ഉറങ്ങുന്നതിനും വ്യായാമം നമുക്ക് ഒന്നിനും സമയമില്ല. ഇനിയിപ്പൊ അഥവാ ആർക്കെങ്കിലും വേണ്ടി ചെയ്യുന്ന പോലെ നമ്മൾ ദിവസം ചെയ്യാം. നമ്മൾ കൃത്യ ടൈമുകളിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ 5 പേരിൽ നമ്മളും ഉൾപ്പെടും. അപ്പൊ അതാണ് ദഹനത്തെ കുറിച്ച് പറയുന്നത്. ഇനി ഒരു കാര്യം പറയാനുള്ളത്, നമ്മളെ ശരീരത്തിൽ 9 തരം വായുണ്ട്. 9 തരം വായുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറഞ്ഞാൽ വിശ്വാസം വരുമോ? വായുണ്ട് പറഞ്ഞാല്. അപ്പൊ നമ്മള് ഒന്ന് കണ്ണിങ്ങനെ കുറച്ചു നേരം തുറന്നിരുന്ന ആ കണ്ണ് തനിയെ അടയുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രഷർ ഉണ്ട്, അല്ലെ? ഒരു പ്രഷർ കൊണ്ടാണ് ആ കണ്ണ് തന്നെ അടയുന്നത്. ഒരു അമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കണമെങ്കിൽ ആ കുഞ്ഞിങ്ങോട്ട് പുറത്തേക്ക് വരണമെങ്കിൽ ആ അമ്മ കൊടുക്കുന്ന ഒരു പ്രഷർ, അവിടെ ഒരു വായു സമ്മർദ്ദം വരുന്നുണ്ട്, അല്ലെ? ആ ഒരു പ്രഷറിലാണ് ആ കുഞ്ഞ് പുറത്തേക്ക് വരുന്നത്. അതേപോലെ നമ്മൾ ഓരോ കാര്യങ്ങൾക്കും ഓരോന്നിനും വായുവിന്റെ ഇതുണ്ട്. ഇപ്പൊ ഒരാൾക്ക് പെട്ടെന്ന് കാണാൻ എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുളിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നടു കയറി മിന്നി പിടിച്ച്. ഇപ്പൊ നമ്മൾ വിചാരിച്ച അയ്യോ ഇത് നടു മിന്നി പിടിച്ച് എന്താ അതിന് ചെയ്യാം? പെട്ടെന്ന് ഡോക്ടറെ അടുത്തോണ്ട് അവരൊരു ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മിന്നിപ്പിടുത്തം അവിടെ മാറും. പക്ഷെ ഈ മിന്നിപ്പിടുത്തം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? വായുവിന്റെ പ്രശ്നമാണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മളെ കുടല് നന്നാക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം, അല്ലെ? അപ്പൊ കുടല് നന്നാക്കാൻ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാം കുടലിന് മോശം പോവുണ്ട്, അപ്പൊ കുഴപ്പമില്ല, നമ്മളെ കുടല് നല്ലതാണ്, നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവും. അല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വരുന്ന എല്ലാ ടോക്സിനുകളും അവിടെ ചെന്ന് അടിഞ്ഞ്, അല്ലെ, നമ്മൾ മുഴുവനായിട്ട് മോശം പുറത്തേക്ക് പോകും ഇല്ല. അത് അവിടെയൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. ആ പറ്റി പിടിച്ചിരുന്നത് എങ്ങനെ മുഴുവൻ പോവുക? അതിനാണ് നമ്മള് ഒരു 6 മാസം കൂടുമ്പോഴൊക്കെ നമ്മളൊന്ന് വയറിളക്കുക എന്ന് പറയുന്നത്. ആ സമയത്ത് ഈ ടോക്സിനുകളൊക്കെ പുറത്തേക്ക് പോകാൻ സാധ്യത ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് ഞാൻ ഇന്നലെ, ഇത് ഇത്രയും ഞാൻ പറയാൻ കാരണം എന്താ അറിയോ? ഞാൻ ഇന്നലെ എറണാകുളത്ത് ഒരു ഗുരുസ്വാമി ഒരു ഇതുണ്ട്, ഗുരുകുലുണ്ട്. അവിടെ ഞാൻ ഇന്നലെ പോയിണ്ടായിരുന്നു. പോയത് നടുവേദന, കൈമുട്ട് വേദന, നമ്മളെ ഷോൾഡർ വേദന, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടാണ് ഞാൻ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോ എനിക്ക് കണ്ട അനുഭവങ്ങളും എനിക്ക് കിട്ടിയ ഒരു ക്ലാസ്, അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ക്ലാസ് ഇന്നലെ വൈകുന്നേരത്ത് ഇന്നെ രചന വിളിച്ചിട്ട് പറഞ്ഞു, സിന്ധു മാം ഒരു ക്ലാസ് എടുക്കാൻ തയ്യാറാവുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു യാത്രയിലാണ്. ക്ലാസ് എടുക്കാൻ നമ്മൾ എപ്പോഴും റെഡിയാണ്, പക്ഷെ ഏത് ടോപ്പിക് എടുക്കും എന്ന് വെച്ച് മാം. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ആരോഗ്യം എടുക്കാം, കാരണം ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതൊന്ന് ഇവിടെ ഷെയർ ചെയ്യണം. അപ്പൊ ആയിക്കോട്ടെ എന്ന് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്നലെ അവിടെ ചെന്ന് കണ്ടപ്പോ ഉണ്ടായ കാര്യം എന്നാണ്, എല്ലാം തേയ്മാനം വന്ന ആൾക്കാർ. നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ തേയ്മാനം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും എന്നുള്ളത്? ആർക്കെങ്കിലും വിശ്വാസം? ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ. തേയ്മാനം ഇല്ല. നമ്മളെ ശരീരത്തിൽ എല്ല് തേയുണ്ട് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? തേയ്മാനം ഇല്ല. ഇല്ല. എന്തുകൊണ്ടാണ് തേയ്മാനം ഇല്ല എന്ന് സാറ് പറഞ്ഞത്? അതായത് കേൾക്കാമോ? കേൾക്കാം. 2000 വർഷങ്ങൾക്ക് മുമ്പ് കുഴിച്ചിട്ടിരിക്കുന്ന അസ്ഥി ശാസ്ത്രജ്ഞന്മാർ തെരഞ്ഞെടുത്തിട്ട്
അതിനകത്ത് ഇത് ആണാണോ പെണ്ണാണോ പ്രായം എത്ര എന്ന് തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ഉണ്ട് എങ്കിൽ അസ്ഥിക്ക് തേയ്മാനം ഇല്ല എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതെ. അപ്പൊ നമ്മള് ഒരു ഡോക്ടറെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോ ആ ഡോക്ടർ നമ്മളോട് ആദ്യം പറയുന്ന നിങ്ങളെ മുട്ടിന് തേയ്മാനുണ്ട് അല്ലെ, നമ്മളെ കൈമുട്ടിന് തേയ്മാനുണ്ട്. അപ്പൊ ആ ഡോക്ടർ അത് പറയുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് അറിയാം തേയ്മാനം തന്നെ സംഭവമില്ല എന്ന് ഡോക്ടേഴ്സിന് അറിയാം. പക്ഷെ നമ്മളെ സമാധാനിപ്പിക്കാൻ നമ്മൾ അങ്ങോട്ട് ചോദിക്കും, ഡോക്ടർ എനിക്ക് തേയ്മാനം ഉണ്ടല്ലേ, അതുകൊണ്ടാവുമല്ലോ എനിക്ക് ഇങ്ങനെ വരുന്നത്. നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പം നമുക്ക് അറിയാഞ്ഞിട്ടാണ് ആ ചോദിക്കുന്നത്. അപ്പൊ നമ്മളെ സമാധാനത്തിൽ ഡോക്ടർ എന്ന് പറയും, ആ ശരിയാണ് നിങ്ങൾക്ക് തേയ്മാനം ഉണ്ട്. ഒരിക്കലും നമ്മൾ എല്ലുകൾ തേയില്ല. അങ്ങനെയുണ്ടെങ്കിൽ നമ്മളൊക്കെ നീളം കുറഞ്ഞു പോകണ്ടേ, മുട്ട് തേഞ്ഞ് കൈ തേഞ്ഞ് നമ്മൾ ഇങ്ങനെ നീളം കുറഞ്ഞു വരണ്ടേ? നമുക്ക് തേയ്മാനം ഇല്ല. പക്ഷെ ഈ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ ചിക്കനൊക്കെ വാങ്ങിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ചിക്കന്റെ എല്ലിന്റെ പീസില്ലേ, കാലൊക്കെ, ആ പീസിന്റെ അവിടെ ഒരു റബ്ബർ പോലത്തെ ഒരു സാധനം ഉണ്ടാവും ഇല്ലേ? അതിന് പറയുന്ന പേരാണ് തരുണാസ്ഥി എന്ന്. നമ്മളെല്ലാവരുടെയും ശരീരത്തിലുള്ള സാധനമാണ് തരുണാസ്ഥി അല്ലെ. നമ്മളുടെയൊക്കെ ഈ മുട്ടിന്റെ ഭാഗം ഇങ്ങനെ അങ്ങനെ ഒരു കൊളുത്ത് പോലെയാണ്. അപ്പൊ അതിന്റെ ഒക്കെ സൈഡിൽ ഈ ഒരു റബ്ബർ പോലത്തെ ഒരു സാധനം നമുക്കൊക്കെ ഉണ്ട്. അതിന്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിന്റെ അളവ് കുറയുമ്പോൾ ഈ തരുണാസ്ഥി ചുരുങ്ങും. ആ ചുരുങ്ങണ സമയത്താണ് നമുക്ക് ഈ പെയിൻ വരുന്നത്. അപ്പൊ അവിടെ എന്ത് വരും? നീർക്കെട്ട് വരും. അങ്ങനെയാണ് നമ്മളെ കാലിനൊക്കെ വേദനകൾ വരുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം, നമുക്ക് എല്ല് തേയ്മാനം ഇല്ല. അതുപോലെ തന്നെ എല്ലാരും പറയും ഡിസ്ക് പ്രോബ്ലം അല്ലെ, ഡിസ്ക് പ്രോബ്ലം പറയും. നമുക്ക് എവിടെയാണ് ഡിസ്ക് ഇരിക്കുന്നത് വല്ലതും അറിയാം? എനിക്ക് അടക്കം അറിയില്ല, ഞാൻ ഇന്നലെ മനസ്സിലാക്കിയതാണ് ഈ പറയും. എവിടെയാണ് ഈ ഡിസ്ക് ഇരിക്കുന്നത്? നമ്മളൊക്കെ പറയുന്നത് അവിടെ ഡിസ്ക് ഉണ്ട്, അവിടെ അത് തെറ്റിയതാണ്, ഞാൻ എന്തോർത്ത് പൊക്കിയപ്പോ ആ ഡിസ്ക് അവിടെ തെറ്റിപ്പോയി. നമ്മൾ അങ്ങനെയല്ലേ, ഞാനും അങ്ങനെ തന്നെ പറഞ്ഞിരുന്നത്. പക്ഷെ ഡിസ്ക് എന്ന സംഭവം എവിടെയാണ് ഇന്നലെ ശരിക്കും ആ ചിത്രത്തിൽ കാണിച്ചു തന്നപ്പോ ഞാൻ ഇങ്ങനെ ഇരുന്ന് പോയി, ഭഗവാന് സത്യം. കാരണം ഈശ്വര, ഇതിനെയല്ല നമ്മൾ ഇത്രയും നാൾ തെറ്റിദ്ധരിച്ച് കൊണ്ടുവന്നത് എന്ന് ചിന്തിച്ചു പോയി. അപ്പൊ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഡിസ്ക് തെറ്റിയ ഒരാള് എന്ന് നമ്മൾ ഒരിക്കലും നീറ്റ് നടക്കില്ല. അപ്പൊ നമുക്ക് ഡിസ്ക് തന്നെ സംഭവം ഇരിക്കാൻ എവിടെയാന്നുള്ള ആ ഒരു ചിത്രം നമുക്കൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. ചിത്രങ്ങളിൽ നമ്മളാ എല്ല് പോലെ ഇങ്ങനെ ഇരിക്കുമല്ലോ, ബാക്ക് വശത്ത് ഇങ്ങനെ നിറച്ച് കാണില്ല, നമ്മുടെ എല്ല് പോലെ മീൻ മുള്ളു പോലെ ഇങ്ങനെ ഇരിക്കില്ല, അതിന്റെയൊക്കെ ഉള്ളില് ആണ് ഈ ഡിസ്ക് എന്ന സംഭവം ഇരിക്കുന്നത്. അപ്പൊ ഈ നട്ടലിന്റെ ഇവിടെയൊക്കെ തൊട്ടിട്ട് എന്താ കാര്യമുള്ളത്? അപ്പൊ അങ്ങനെ ഒരു കാര്യം തന്നെ ഞാൻ അറിഞ്ഞു. എനിക്കത് ഭയങ്കര ഇഷ്ടം, ഇന്നത്തെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊന്നും നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി. അപ്പൊ നമുക്ക് ഡിസ്ക് പ്രോബ്ലം എന്ന് പറഞ്ഞ സംഭവം ഇല്ല. പിന്നെ എല്ലാവരും രാവിലെ 8 മണിയുടെ മുന്നേ കുളിക്കണം എന്ന് പറയും. കാരണം എന്താ വെച്ചാല് നമ്മള് രാവിലെ നേരത്തെ കുളിക്കുമ്പോൾ നമുക്ക് നീരിറക്കം പോലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യത കുറവാണ്. അത് നമ്മൾ ഇനിയിപ്പോ 8 മണിക്ക് ശേഷം കുളിക്കുമ്പോൾ ആ ഈർപ്പത്തോട് കൂടിയിട്ട് തന്നെ നമ്മളെ ഇപ്പൊ ഈ സൂര്യന്റെ ചൂടും കൂടി തട്ടുമ്പോ വിയർപ്പിറങ്ങും, നമ്മളെ പെരടിയിലേക്ക് നീരിറങ്ങും, അത് ഷോൾഡറിലേക്ക് ഇറങ്ങും, അത് അങ്ങനെ അങ്ങനെ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും ഇറങ്ങും. അപ്പൊ അതുകൊണ്ട് പണ്ടൊക്കെ എല്ലാവരും രാസ്നാദിപ്പൊടിയൊക്കെ ഇട്ടിരുന്നു. പക്ഷെ ഇപ്പോ അധികം ആൾക്കാരും ചെയ്യണം. പക്ഷെ ഞാൻ നിത്യേന യൂസ് ചെയ്യുന്ന സംഭവമാണ് രാസ്നാദിപ്പൊടി. അപ്പൊ നമ്മള് അതും കൂടി അതൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പൊ അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി 8 മണിയുടെ മുന്നേ എല്ലാവരും കുളിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമ്മളെന്തായാലും വിഭജിക്കുള്ളവർ അത് ചെയ്യുന്നുണ്ട്, നമ്മൾ കുളിച്ചിട്ടേ മെഡിറ്റേഷനൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം കൂടി അവര് ഞങ്ങൾക്ക് ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇന്നലെ ചെന്നിട്ടുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാല് നല്ലൊരു ലൊക്കേഷൻ, നല്ലൊരു അറ്റ്മോസ്ഫിയർ, എന്താ പറയാ, നമ്മൾ ഇങ്ങനെ മൈൻഡും നമ്മളെ ശരീരമൊക്കെ ഇങ്ങനെ നല്ലൊരു തണുപ്പും എന്തൊക്കെ അവിടെ ചെന്നപ്പോ നല്ല ഇഷ്ടം തോന്നി. ഒരുപാട് ആൾക്കാർ ഇന്നലെ 83 പേഷ്യൻസ് ഉള്ളതില് അവര് പറഞ്ഞത് ഞാനായിരുന്നു അതിൽ ആക്റ്റീവായ ഒരു മെമ്പർ. ഒരാൾ ഞാനായിരുന്നു. കാരണം ക്ലാസ് എടുക്കുന്ന സമയത്ത് അവരിങ്ങോട്ട് ചർച്ചകൾ പറയുമ്പോൾ നമ്മൾ അങ്ങോട്ടും പറഞ്ഞു, സംശയങ്ങൾ അങ്ങോട്ട് ചോദിച്ച് അങ്ങനെ നല്ല ആക്റ്റീവായിട്ട് ഇരുന്നിട്ട് കാര്യങ്ങൾ ചെയ്തപ്പോ ആ ഡോക്ടർ എന്നെ പറഞ്ഞു, ഇന്നത്തെ അംഗം താരം നിങ്ങളാണ് കേട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഇക്ക ക്ലാസ്സുകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ ഉള്ള കാര്യങ്ങൾ രാവിലെ ചെന്ന വഴിക്ക് ഞങ്ങൾക്കൊരു ഇഡ്ലിയും സാമ്പാറും കൂടി കഴിക്കാൻ തന്നു. ഉച്ചയാകുമ്പോ അവരൊരു മരുന്ന് കഞ്ഞിയും അതിലേക്ക് ഒരു പുഴുക്ക്, പിന്നെ ഒരു മാങ്ങ അച്ചാറ് അത് കഴിക്കാൻ തന്ന്. അതിനേക്കാളൊക്കെ രസം എന്താ അറിയോ, അതൊക്കെ കഴിച്ചൊരു 3 മണിക്ക് ഡോക്ടർ വരുന്നതിന് മുന്നേ അവര് ചായ കൊണ്ടുവന്നു. പാലൊഴിച്ച് നല്ല അടിപൊളി ചായ, പക്ഷെ പഞ്ചസാര ഇല്ല. അവര് പറഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് മധുരം തരില്ല. അവരുടെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ
മധുരം എന്ന് പറഞ്ഞ സംഭവം ഒഴിവാക്കണം. അപ്പൊ പോണേന്റെ 2 ദിവസം മുന്നേ തന്നെ ഞാൻ അവിടെ എല്ലാ മത്സ്യ മാംസാദികളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി അവരുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പഥ്യത്തോടു കൂടി വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ഒരുപാട് ആൾക്കാർ അവിടുന്ന് അസുഖങ്ങൾ മാറിപ്പോയവരുണ്ട്. നമ്മൾ മുട്ടുവേദനയും ഡിസ്ക് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് നടുവേദനയും നമ്മളെ ഷോൾഡർ വേദന ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് ഞാൻ എന്റെ അസുഖം മാറിയതിനു ശേഷം നിങ്ങളൊക്കെ പോയാൽ മതി. കാരണം ഞാനൊരു പരീക്ഷണ വസ്തു ആവട്ടെ. അപ്പൊ ഏതായാലും ഞാനൊന്ന് പോയത് എനിക്ക് എന്താവും എന്നുള്ളത് അറിഞ്ഞിട്ട് മതി. മാറിയതിനു ശേഷം നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ പോയാൽ മതി. കാരണം അത്രയും നല്ല ഇതാണ് എനിക്ക് ഇന്നലെ അവിടെ തോന്നിയത്. ഒരുപാട് ആൾക്കാർ ഇത്രയും ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലാതെ എന്തായാലും വരില്ല. 8 വർഷത്തോളമായി അവിടെ ഇത് തുടങ്ങിയിട്ട്. എന്തായാലും അതിന് ഞാൻ പ്രകാശ് സാറിനോട് ആദ്യം എന്റെ ഹൃദയത്തിന് ഞാൻ നന്ദി പറയാണ്. സാർ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് അവിടെ പോയി അന്വേഷിച്ച് സാർ അതിന് വേണ്ട എല്ലാ ഡീറ്റെയിൽസ് എനിക്ക് തന്ന കാരണം കൊണ്ടാണ് ഞാൻ അവിടെ പോയത്. എന്റെ ഡോക്ടർ ആതിര മാമാണ്. ഞാൻ ആതിര മാമിനെ വിളിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറുള്ളത്. അപ്പൊ മാം എന്നോട് പറഞ്ഞ് നല്ലോണം അന്വേഷിച്ചിട്ട് ടീച്ചർ പോയാൽ മതിയിട്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പ്രകാശ് സാറ് പോട്ടത് അന്വേഷിച്ച് എനിക്ക് അവിടെ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും വിവരങ്ങളും എനിക്ക് കിട്ടിയപ്പോഴാണ് ഞാൻ പോയത്. എറണാകുളത്ത് പെരുമ്പാവൂര്. അപ്പൊ അതിന് ഞാൻ പ്രകാശ് സാറിനോട് ആദ്യം കൂട്ടി നന്ദി പറയുകയാണ്. അപ്പൊ റസാഖ് സാറിനോട് പറയാറുണ്ടല്ലേ, ഓരോ ജില്ലയിലും ഓരോ വ്യക്തികള് നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യത്തിനും അവരെ വിളിച്ചിട്ട് പറയാമെന്ന് അല്ലെ. അത് ഇന്ന് സത്യമാണത്. കാരണം ആ ഒരു സ്ഥലത്ത് സാർ ഉണ്ടായത് അവിടെയല്ല, സാർ അവിടുന്ന് എത്രയോ കിലോമീറ്റർ ദൂരത്താണ് ഈ ഒരു ആശ്രമം ഉള്ളത്. എന്നാലും സാർ അവിടുന്ന് അത്രയും കിലോമീറ്റർ പോയിട്ട് സാർ എനിക്ക് വേണ്ടി അത് അന്വേഷിച്ചു വന്നു. അപ്പൊ അതാ പറഞ്ഞു, നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ആരെങ്കിലും ഒരാൾ നമ്മളെ പരിചയത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് അറിയാനും അതിനനുസരിച്ച് ചെയ്യാനും നമുക്ക് സാധിക്കുന്നുള്ളതാണ്. അപ്പൊ ഇതാണ് എനിക്ക് ഇന്ന് പറയാനുള്ള ക്ലാസ്. അപ്പൊ എല്ലാവരും സ്ഥിരമായിട്ട് നല്ല എന്താ പറയുക, ഒരു 9:30 തൊട്ട് 10 മണിയുടെ ഉള്ളിൽ ഉറങ്ങിയിരിക്കണം. അതിന് ശേഷം അങ്ങോട്ട് പോകരുത്. അപ്പൊ മാത്രമേ നമുക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക. പച്ചക്കറികളൊക്കെ വീട്ടിൽ നമുക്ക് അധികം ഉണ്ടാക്കുമ്പോ ഞാനിവിടെ ഒരു കാര്യം കൂടി പറയാം. ഞാന് ഫുഡ് കമ്പോസ്റ്റ് ഉണ്ടാക്കിയിരുന്നു. റിങ് കമ്പോസ്റ്റ് ഉണ്ടല്ലോ, ആ സാധനത്തിന് അത് അവിടെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അതിലിങ്ങനെ ഡ്രൈ ആയിട്ടുള്ള വേസ്റ്റുകളാണ് കൊണ്ടിടുക. അങ്ങനെ ആയിട്ട് അത് നിറഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു, അവിടെ അടച്ചിട്ടിട്ട് വേറെ റിങ് എടുത്ത് വെച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അത് നോക്കിയപ്പോ അടിയിൽ താന്ന് കുറച്ച് മാത്രം, ഒരു ബക്കറ്റിൽ ഒരു 3/4 ബക്കറ്റ് കമ്പോസ്റ്റ് ആണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ഞാനിവിടെ ചീര കൊണ്ടുവരുന്ന സമയത്ത് എന്നും ഞാൻ ചീര ഒന്ന് കുഴിച്ചിട്ട് നോക്കും. തീരെ പിടിക്കാറില്ല, അങ്ങനെ ചീഞ്ഞു പോകും. എനിക്ക് ഭയങ്കര ചുവപ്പ് ചീര കേട്ടോ. പച്ചച്ചീര ഓൾറെഡി എൻ്റെ അടുത്ത് ഉണ്ട്. അങ്ങനെ ഞാൻ ആ ചീരയിട്ട് വരുന്ന അയാളോട് വെച്ചപ്പോ അയാള് പറഞ്ഞ് അത് നല്ല വണ്ണുള്ള സൈസ് നോക്കി എടുത്തിട്ട് ഒന്ന് വളമൊക്കെ ചേർത്തിട്ട് ഒന്ന് കുഴിച്ചിട്ട് നോക്കുക, അപ്പൊ പിടിച്ചോളൂന്ന് പറഞ്ഞേ. ഇപ്പൊ ഞാൻ ആ കമ്പോസ്റ്റ് ആ കുഴിക്കകത്ത് ഇട്ടിട്ട് കുറച്ച് ചീരയുടെ അവർ മേടിച്ചതിൽ നിന്ന് കുറച്ച് വണ്ണുള്ള കമ്പ് നോക്കി എടുത്ത് ഞാൻ കുഴിച്ചിട്ടപ്പോ എന്റെ ചീര കംപ്ലീറ്റ് പിടിച്ച്. അപ്പൊ നമുക്ക് നല്ലൊരു വളമാണത്. അപ്പൊ എല്ലാവരും വീട്ടിൽ എന്ത് ചെയ്യുക, ഇതുപോലെ റിങ് കമ്പോസ്റ്റ് വാങ്ങിക്കുക. മുനിസിപ്പാലിറ്റി ഒക്കെ നമുക്ക് കിട്ടും വാങ്ങിക്കാൻ. അവിടെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. അത് വാങ്ങിച്ചിട്ട് നമ്മളെ വേസ്റ്റ്, ഫുഡ് വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റ്, മത്സ്യത്തിന്റെ ഒക്കെ താലയും സാധനങ്ങളൊക്കെ നന്നാക്കിയത് ഇതെല്ലാം ഡ്രൈ ആയിട്ട് വെള്ളത്തോട് കൂടി കൊണ്ടുവച്ചാൽ എനിക്കിങ്ങനെ കട്ടയിട്ട് കിട്ടില്ല. ഇത് ഞാൻ അങ്ങനെ ചാണകം കോരിച്ചാൽ കട്ടയിട്ട കോരിച്ചിരിക്കുന്നത്, മറ്റത് വെള്ളമായി പോകും. അപ്പൊ വെള്ളം ഇല്ലാത്ത രീതിയിൽ വേണം വാരിയിട്ട് അതിലിട്ട് വെക്കാൻ. അത് മണമൊക്കെ വരും. അപ്പൊ ഇടുന്നതിന്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ചാണകം നല്ല ഒരു കൊട്ടയ്ക്കകത്ത് ചാണകം വാങ്ങിച്ചിട്ട് നിറച്ച് കുറുക്ക കലക്കുക. വെള്ളം പോലെ അല്ലാതെ ഇങ്ങനെ കുറുങ്ങനെ കലക്കിയിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ ഈ വേസ്റ്റ് ഒക്കെ കൊണ്ടിടുക. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ ഒരു കൊട്ട ചാണകം മേടിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ 2 or 3 തവണ നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കണം, ചാണകം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ അടച്ചിടുക. അപ്പൊ അത് നല്ലൊരു വളമായിട്ട് മാറും. അപ്പൊ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. എന്നിട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ വീട്ടിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോ വേനലാണ് വരുന്നത്, നമുക്ക് എന്തായാലും പച്ചക്കറി കൃഷി നടക്കും. ഓക്കെ സാറേ, ഓക്കെ. അപ്പൊ എല്ലാവരോടും ഈ ഒരു ക്ലാസ് കേൾക്കാൻ മനസ്സ് കാണിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സിന്ധു മാം. നല്ലൊരു സെക്ഷൻ ആണ് എടുത്തത്. കാരണം നമ്മളെ ഹെൽത്തിനെ കുറിച്ച് കുറെ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് മാം ഇപ്പൊ പറഞ്ഞു തന്നിട്ട്. ഓക്കെ, മാമിന് കഴിഞ്ഞ ക്ലാസ്സിൽ കിട്ടിയിട്ട് ഒരു ഇൻസ്പിറേഷൻ ആക്കിയത്. ഓക്കെ, നമ്മൾ ഒരുപാട് ഓരോ ദിവസം ഹെൽത്തിനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് അറിയാത്ത കാര്യങ്ങളും ഒരുപാട് നമ്മൾ ഇനിയും അറിയാനിരിക്കുന്ന കാര്യങ്ങളും ഉണ്ട്.
എന്തായാലും മനസ്സിന്റെ പോലെ തന്നെ എല്ലാവരും ഹെൽത്ത് നന്നായിട്ട് സൂക്ഷിക്കുക, അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. ഓക്കെ, സിന്ധുവിന്റെ ക്ലാസ്സിനെ കുറിച്ച് ആരെങ്കിലും ഒന്ന് മുന്നോട്ട് വരാവോ പറയാൻ വേണ്ടിയിട്ട്? റസാഖ് സർ. താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. കാലടിയാണോ നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലം? എന്താ സാറേ, പെരുമ്പാവൂര് കാലടിയാണോ? നമ്മളെ അങ്ങനെ ചോദിച്ചാൽ എനിക്കല്ലേ ഗൂഗിൾ അവര് നമുക്ക് ഗൂഗിൾ ഇത് ഇട്ടുന്നുണ്ടായിരുന്നു, ഇത് വഴിയൊക്കെ ഇട്ടുന്നുണ്ടായിരുന്നു, മാപ്പൊക്കെ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടുന്നുണ്ടായിരുന്നു. അത് വെച്ചിട്ട് അങ്ങനെ പോവുക ചെയ്തത്. പിന്നെ പ്രകാശ് സാറ് കറക്റ്റ് പെട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. കാലടിയിൽ ഇതേപോലെ ആശ്രമമുണ്ട്. ആശ്രമത്തിൽ ഇതേപോലെ ആശ്രമങ്ങളിലൊക്കെ ഇത്തരം ചികിത്സകൾ നടക്കുന്നുണ്ട്. നമ്മളെ കണ്ണൂര് അതുപോലെ തന്നെ മുത്തപ്പൻ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെ കുറെ സ്ഥലങ്ങള് ഇത്തരം ചികിത്സാ രീതികൾ നടക്കുന്നുണ്ട്. ഇത് പകുതിയിലധികം മൈൻഡ് റിലാക്സ്ഡ് തെറാപ്പികളാണ് നടക്കേണ്ടത്. അതെ, ഇതിനു മുമ്പ് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ കുറിച്ചൊക്കെ. അപ്പൊ ഞാൻ ഷൈമിനാക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതിനെ കുറിച്ച്. ഇത് സംഭവം വളരെ സിമ്പിൾ ആണ്. അല്ല, സാറ് ഗ്രൂപ്പിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. സാറ് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ക്ലാസ് എടുത്തിട്ടുണ്ട് ഹെൽത്തിനെ കുറിച്ച്. അതെ, നമ്മള് ഉപ്പൂറ്റി വേദന, കാൽമുട്ട് വേദന, ഊരവേദന, അതുപോലെ തന്നെ ഈ ഷോൾഡർ പെയിന്, മൈഗ്രെയിന്, ഇതൊക്കെ ഒരു സെക്ഷനിൽ വരുന്നുണ്ടോ? നമുക്ക് പല രോഗങ്ങളായി പേര് പറയുന്നുണ്ടെങ്കിലും എല്ലാം ഒരു സെക്ഷനാണ്. അതുപോലെ തന്നെ നട്ടെല്ല് സംബന്ധമായ ഏറ്റവും രീതിയിൽ കള്ളത്തരം നടക്കുന്ന ചികിത്സയാണ് നട്ടെല്ല് ചികിത്സ. ഈ സിന്ധു മാം അടക്കം ചിലപ്പോ പല ക്ലാസ്സുകളും ബി മാജിക്കിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും വിശ്വാസം വരുന്നത് ചിലപ്പോൾ ഇപ്പോഴായിരിക്കും. അവര് പറഞ്ഞപ്പോഴാണ് വിശ്വാസം. നമ്മൾ പറയുമ്പോ വിശ്വാസം വരില്ല. പറഞ്ഞപ്പോ വിശ്വാസം ഇല്ല എന്നല്ല, അനുഭവമാണല്ലോ ഗുരു. അതെ, സംഭവം അതെന്താ പറയാ, ആ നട്ടെല്ല് ഏറ്റവും കൂടുതൽ കള്ളത്തരം നടക്കേണ്ടത് നട്ടെല്ലിലാണ്. കാരണം നട്ടെല്ല് തേയ്മാനം, അതല്ലെങ്കിൽ തെറ്റിപ്പോയി, ഞരമ്പ് എല്ലിന്റെ ഉള്ളിൽ കുടുങ്ങി, ഇതെന്താ സംഭവം, ഇങ്ങനെയൊക്കെ പറയുമ്പോ നമ്മൾ ഭയങ്കര സംഭവമായി തോന്നുന്നത് പറയുമ്പത്. പക്ഷെ വളരെ സിമ്പിളാണ്, അത്ര വലിയ കേസൊന്നല്ല. നമ്മളെ ഹാർട്ട്, ലിവർ, ബ്രെയിന്, ഈ 3 വൈറ്റൽ ഓർഗൻ എന്ന് പറയുന്ന ഈ സാധനത്തിനെ ബന്ധിപ്പിച്ചിട്ടാണ് ചികിത്സകളൊക്കെ നടക്കേണ്ടത്. നമ്മൾ ഇതിന്റെ രഹസ്യങ്ങൾ ആരും അന്വേഷിക്കില്ല. രോഗം പറയും, മരുന്ന് വാങ്ങും, പോരും എന്നല്ലാതെ എന്താ സംഭവിക്കുന്നത് നമുക്ക് അറിയാഞ്ഞിട്ടാണ്. താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. റസാഖ് സർ. പ്രകാശൻ സർ. മേഡം ഗുഡ് മോർണിംഗ് മേഡം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. സൂപ്പർ, കൺഗ്രാജുലേഷൻ. സാറേ, കാലടിയിലല്ല, ഇപ്പൊ ഇത് പെരുമ്പാവൂരാണ്. കാലടിന്ന് അടുത്ത സ്റ്റാൻഡാണ്. കുറച്ചുകൂടി അങ്കമാലി കഴിഞ്ഞ് കാലടി, കാലടി കഴിഞ്ഞിട്ടാണ് പെരുമ്പാവൂർ. പെരുമ്പാവൂരിന് തൊട്ട് പലത്തിന് ടൗണിനോട് പറ്റിയാണ് ഈ സ്ഥലം. റോട്ടിന്ന് കാണാൻ പറ്റുന്ന സ്ഥലമല്ലേ? റോട്ടിന്ന് കാണാം, പക്ഷെ ടൗണല്ല, ഇത്തിരി ഉള്ളിലാണ്. ഒരു ഇല്ലമാണ് ശരിക്കും പറഞ്ഞാല്, മന. അതാണ്. അവിടെ ട്രീറ്റ്മെന്റ് ഉണ്ട്, ട്രെയിനിങ് ഉണ്ട്, റിസർച്ച് ഉണ്ട്, സ്കൂളുണ്ട്, കുട്ടികളെ പഠിപ്പിക്കുന്ന സ്കൂളുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ശരിക്കും അത് മൈൻഡ് ഓറിയന്റഡ് ആണ്. സാർ പറഞ്ഞത് കറക്റ്റ് ആണത്. നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ഉണ്ടാകുന്നതാണ് ഈ ശരിക്കും പറഞ്ഞാൽ. അത് മാഡം അടുത്ത് പറഞ്ഞ ഒരു കാര്യമല്ലേ, അത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായി എന്നുള്ളത്. ആ ഫ്ലൂവിന്റെ പിന്നെ നമ്മുടെ കാർട്ടിലേജ് ആണ്, അതായത് മജ്ജ, അതാണ് എല്ലിന്റെ ഇടയിലുള്ളത്. ഇത് പറ്റുമ്പോഴാണ് ഈ അസുഖം ഉണ്ടാകുന്നത്. മറ്റേ മാഡത്തെ ഒരു കാര്യം ഒന്ന് ചോദിക്കട്ടെ സാറേ, മാഡം ഈ ഡിസ്ക് എവിടെയാണ് ഇരിക്കണമെന്നാ പറഞ്ഞത്, അതൊന്ന് ക്ലിയർ ആക്കണം. അതാ ബാക്കിൽ നമ്മളിങ്ങനെ കണ്ടിട്ടില്ല, ഇങ്ങനെ മീൻമുള്ളു പോലെ വാരിയെല്ലുകൾ കണ്ടിട്ടില്ലേ, എല്ലുകള് അതിന്റെ ഉള്ളിലാണ്. നമ്മളെ നട്ടെല്ലിന്റെ എൻഡ് ഇല്ലേ, അതിന്റെ കുറച്ച് മേലെയിട്ട് ഇങ്ങനെ ആ എല്ലുകളുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. നമ്മൾ വിചാരിച്ച ഡിസ്ക് എന്ന് പറഞ്ഞത് ഈ ബാക്ക് വശത്ത് 2 ബട്ടസിന്റെ മേലായിട്ട് കാണുന്ന ഈ ഭാഗത്താന്നല്ല, അല്ല, ആ എല്ലുകൾ ഇരിക്കുന്നതിന്റെ ഉള്ളിലാണ്. ഞാൻ നല്ല സത്യം അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇങ്ങനെയൊക്കെ അവര് പറഞ്ഞു തന്നപ്പോ എനിക്ക് തന്നെ അതിശയിപ്പോയി. തെറ്റായ കുറെ ധാരണകളാണ് നമുക്കുള്ളത്. ആ തെറ്റായ ധാരണകൾ ഇന്നലെ തിരുത്തി എന്നുള്ളതാണ്. അസ്ഥി രൂപത്തിലാണോ അതോ അല്ലെങ്കിൽ അസ്ഥി രൂപത്തിലല്ല, അതിലിങ്ങനെ അല്ല പ്രകാശൻ സാറേ, സംഭവം എന്താ നിങ്ങള്
അത് മനസ്സിലാക്കാൻ മാത്രമുണ്ട്. ആ നട്ടെല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച ഒരു എന്നാണ്. അല്ല, ഒരു 32 കശേരുക്കളാണ്, 32 എല്ലുകളാണ്. ഈ എല്ലുകൾ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആക്കാൻ വേണ്ടിയിൽ അതിന്റെ ഉള്ളിൽ റൗണ്ട് പോലെ ഒരു ഡിസ്ക് പോലെ ഒരു സാധനം. അതാണ് അതിന് ഡിസ്ക് എന്ന് പേരിടാൻ കാരണം. ഡിസ്ക് പോലെയാണ്. ഡിസ്ക് പറഞ്ഞാൽ അത് പേരിടാൻ കാരണം ഡിസ്ക് പോലെയാണ്. അതിന്റെ ഉള്ളിൽ ഈ പറഞ്ഞ ഈ ഒരു വായലുണ്ട്, ഒരു ക്രീം ഉണ്ട്. ആ ക്രീം ഏതെങ്കിലും കാരണവശാൽ അത് പുറത്തേക്ക് വന്നാല് ഈ നട്ടെല്ലിന്റെ ഉള്ളിലൂടെ വരുന്ന കുറെ നാഡീഞരമ്പുകളുണ്ട്. നമ്മളിപ്പോ ഈ പറയുന്നതൊക്കെ നട്ടെല്ലിലേക്ക് സന്ദേശം ചെന്നിട്ട് നട്ടെല്ലിൽ നിന്ന് ബ്രെയിനിലേക്ക് വന്നിട്ട് പിന്നെ കയ്യിലേക്കും വായിലേക്കും വന്നിട്ട് ശേഷമാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിന്റെ തിയറി വായിച്ചാല് നല്ല നാളേക്ക് നല്ല ഒന്നാം തരം ഭ്രാന്തനായി മാറും. അപ്പൊ തിയറി വായിക്കായല്ലേ. അപ്പൊ അതിലേക്ക് ചലിക്കുന്ന ആ ഒരു നെർമ്പിലേക്ക് ഈ ലൈന് ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് അവിടെ നഷ്ടപ്പെടും. അതായത് സർക്കുലേഷൻ അവിടെ നഷ്ടപ്പെടും, സന്ദേശം നഷ്ടപ്പെടും. ഇപ്പൊ ഇങ്ങോട്ട് മടക്കുമ്പോൾ വേദന എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് മടക്കാനുള്ള ചെറിയ പ്രയാസം കാരണം ശരീരം നമുക്ക് വാണിംഗ് തരാണ്, ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, ഇത് സോൾവ് ചെയ്യണം എന്ന് മറ്റു നാഡീ നരമ്പുകൾ നമുക്ക് പറയണം. ആ നരമ്പ് മിണ്ടൂല, സംഭവിച്ചു കഴിഞ്ഞ നരമ്പ് നമ്മളോട് സംസാരിക്കൂല. അത് ഇടങ്ങാറായിട്ടാണ് ഇങ്ങനെ ഇരിക്കുക, മിണ്ടാൻ വയ്യാതിരിക്കുകയാണ്. മറ്റു ഞരമ്പുകളാണ് പറയുന്നത് ഇവർക്ക് എന്തോ പ്രശ്നമുള്ളത്. അതായത് ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ 2 കുട്ടികൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു കുട്ടി കിണറ്റിൽ വീണാൽ മറ്റേ കുട്ടിയായിരിക്കും കരയുന്നത് നമുക്ക് കേൾക്കുക. കിണറ്റിലെ കുട്ടി കരയുന്നുണ്ടെങ്കിൽ നമ്മൾ കേൾക്കൂല, തൊട്ടടുത്തുള്ള കുട്ടി കരയും. അപ്പൊ നമുക്ക് 2 മാർഗമുണ്ട് ഇതിന്. ഒന്ന്, കരയുന്ന കുട്ടിനെ ചവിട്ടി കിണറ്റിലേക്ക് ഇടുക, അപ്പൊ കരച്ചിൽ കേൾക്കൂല. രണ്ടാമത് കയറെടുത്തിട്ട് കിണറ്റിലേക്ക് ഇട്ടിട്ട് ആ കുട്ടിയെ രക്ഷപ്പെടുത്തുക. അപ്പൊ ആ കുട്ടിയെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ്. കയറ് വേണം, ഇറങ്ങാൻ ആള് വേണം, കുട്ടിയെ കൊണ്ടുവരാൻ ആള് വേണം, മറ്റിന് ഒപ്പുണ്ട്. ഇതിൽ ഏത് ചികിത്സ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കണം. പെട്ടെന്ന് ചികിത്സിക്കുകയാണെങ്കിൽ മറ്റേ ചികിത്സ ചെയ്യാം, എന്റെ എതിരുള്ള ചികിത്സ ചെയ്യാം. അല്ല, മെല്ലെ ചികിത്സിക്കണമെങ്കിൽ ആയുർവേദമോ അല്ല മറ്റ് ചികിത്സാ രീതിയിലേക്ക് പോകാം. അപ്പോഴാണ് നമുക്ക് ആതിര മാമിനെ പോലുള്ള ഡോക്ടർമാരെയും അല്ലെങ്കിൽ ഏതെങ്കിലും തെറാപ്പിസ്റ്റിനെയൊക്കെ ആവശ്യം വരിക. ഓക്കെ, താങ്ക് യു. അതുപോലെ ഒരു കാര്യം കൂടി പറയാം. മനുഷ്യ ശരീരം എന്താണ് ഭക്ഷണമാണെന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടാ? മനുഷ്യ ശരീരം ഭക്ഷണമാണ്. കാരണം മനുഷ്യ ശരീരം കത്തിച്ചു കഴിഞ്ഞാൽ അത് വായുവിലൂടെയും പോണ്. നമ്മള് കുഴിച്ചിട്ടാൽ അത് ആ മണ്ണിനടിയിലുള്ള ചെറിയ ചെറിയ പ്രാണികൾ അതൊക്കെ നമ്മളെ ശരീരം ഭക്ഷിക്കുന്നു. അതുപോലെ തന്നെ വെള്ളത്തിൽ വീണാൽ മീനുകൾ ഭക്ഷിക്കുന്നത്. എന്തിനാ പറയുന്നത്? ഒരു കുഞ്ഞുണ്ടാവണമെങ്കിൽ അച്ഛൻ കഴിക്കുന്ന ആ ഭക്ഷണം മാംസമായി മജ്ജയായി അത് ശുക്ലമായി വന്നിട്ടാണ് ഒരു കുഞ്ഞുണ്ടാവുന്നത്. ആ കുഞ്ഞ് വളരണമെങ്കിൽ ആ അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ചെന്നിട്ടാണ് ആ കുഞ്ഞ് വളർന്നു വരുന്നത്. അപ്പൊ മനുഷ്യ ശരീരം ഒരു ഭക്ഷണമാണെന്ന് കൂടി എനിക്ക് ഇന്നലെ മനസ്സിലാക്കാൻ സാധിച്ചു. കുറെ കാര്യങ്ങൾ ഇന്നലെ കിട്ടിയിട്ടുണ്ട്. പട്ടി നമ്മൾ ഒരു വട്ടം കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പട്ടി എല്ലാരും കടിക്കും. എന്താ കാര്യം നമ്മുടെ ബ്ലഡിന്റെ സ്വാദ് അവന് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഇത് ഭക്ഷണമാണെന്ന് അവൻ തിരിച്ചറിയും. നല്ല ടേസ്റ്റാണ്, അവിടെ ഒന്ന് കഴിച്ചു നോക്കേണ്ടേ. മനുഷ്യൻ ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂലോകത്തും മനുഷ്യന്മാർ തമ്മിക്കടിക്കും. അതാണ് അതിന്റെ ശരിവശം. ടേസ്റ്റാന്നാ പറഞ്ഞത്. ഏതായാലും നല്ല ക്ലാസ് ആയിരുന്നു, ഒരുപാട് അറിവുകൾ കിട്ടി. ഇനിയും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഉണ്ടാകാൻ അവസരം ഉണ്ടാകട്ടെ. താങ്ക് യു. പ്രകാശ് സർ, സെമീറ മാം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാജിക് മോർണിംഗ് മാം. മോർണിംഗ് ആൾ. നമുക്കറിയാം, പറഞ്ഞു തന്നു. ഇതൊന്നും നമുക്ക് ശരിക്കും ഒരു അറിവുണ്ടായിരുന്നില്ല. നമ്മള് അലോപ്പതി ഡോക്ടർക്ക് പോകും, വേഗം ഗുളിക കഴിക്കും, പെട്ടെന്ന് മാറല്ലേ ഇപ്പൊ എല്ലാവർക്കും വേണ്ടേ. അപ്പൊ ആ ഒരു ഇനി മാറ്റാന്നുള്ളത് ഇപ്പൊ മാമിന്റെ ക്ലാസ് കേട്ട് മനസ്സിലായി. താങ്ക് യു മാം, നല്ല ഷെയർ ചെയ്തതിന്. ഇന്നലത്തെ ക്ലാസ് മാമിന് അത്രയ്ക്കും ഞാൻ അതിന്റെ പേര് പറയാത്തെന്താ അറിയോ? എനിക്ക് അതിന്റെ പേര് പറയാനുള്ള അധികാരമില്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ഏതായാലും നന്നായി. അലോപ്പതി എനിക്ക് പറയാനുള്ള അധികാരമില്ല. ശരി സാർ.
അലോപ്പതി എല്ലാവർക്കും അറിയാം, നമുക്ക് അറിയാം. പക്ഷെ എന്നാലും നമ്മൾ അങ്ങോട്ട് തന്നെയല്ലേ പോവാ. പെട്ടെന്ന് മാറണം എന്നുള്ള ഒരു ചിന്ത, ആ ഒരു എനിക്ക് വരാൻ പാടില്ല, നിങ്ങൾക്ക് വരാം. സമീറ വിശദമായിട്ട് അറിയണമെങ്കിൽ റസാഖ് സാറിനെ സമീപിച്ചാൽ മതി. വിളിച്ച കുറച്ച് ക്ഷമ കാണിച്ചാൽ എല്ലാം ശരിയാവുന്നുള്ളത് ഇപ്പൊ മനസ്സിലായി. ആ ക്ഷമ നമുക്ക് ഇല്ലാത്തതാണ് എല്ലാത്തിന്റെയും പ്രശ്നം എന്ന് മനസ്സിലായി. അത് ഞാൻ പറഞ്ഞത്, ആ കുട്ടീനെ വേണമെങ്കിൽ ചവിട്ടി കിണറ്റിലേക്ക് ഇടാം, അത് എളുപ്പ ചികിത്സയാണ്, പെട്ടെന്ന് റെഡിയാവും. മറ്റേ കുറച്ച് പ്രയാസമാണ്, കയറ് വേണം, കസേര വേണം, ഇറങ്ങാൻ ആള് വേണം, ശരി, കുറച്ച് പ്രയാസമാണ് നിങ്ങൾക്ക്. ക്ഷമ വേണമെന്നുള്ളതാണ് നമ്മള് മനസ്സിലാക്കിയത് ഇപ്പൊ ഈ ക്ലാസ് കൊണ്ട്. ഓക്കെ മാം, താങ്ക് യു. സമീറ മാം, താങ്ക് യു. സിന്ധു മാം, ഒരുപാട് അറിവുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനിയും നല്ല നല്ല ക്ലാസ്സുകൾ എടുക്കാൻ മാമിന് പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. നാളെ നമുക്കൊരു ഡ്രീം മാപ്പിംഗിന്റെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ആർക്കെങ്കിലും അതിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ടീം മെമ്പേഴ്സിനെ കോൺടാക്ട് ചെയ്യാം. ദെൻ ഷാമിനി മാം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ് എനിക്ക് കേൾക്കാൻ പറ്റിയിരുന്നില്ല. അപ്പൊ ഇത്തവണ എന്തായാലും മുടങ്ങരുതെന്ന് വെച്ചിട്ട് ഞാൻ കേട്ടു. മാക്സിമം എല്ലാം കേൾക്കാറുണ്ട്, പക്ഷെ കഴിഞ്ഞ തവണത്തെ ക്ലാസ് മിസ്സായിരുന്നു. അപ്പോ വളരെ നന്നായിട്ടുണ്ട് മാം ക്ലാസ്. നിങ്ങൾക്ക് കിട്ടിയ അറിവ് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ നിങ്ങൾ നോക്കിയിട്ടുണ്ട്. താങ്ക് യു മാം. ഇനിയും എടുക്കാൻ സാധിക്കട്ടെ നല്ല നല്ല ക്ലാസ്സുകൾ. നല്ല ക്ലാസ് ആയിരുന്നു. നല്ല ഹെൽത്ത് ഈസ് വെൽത്ത് എന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. രാവിലെ നേരത്തെ എണീക്കുക, വൈകിട്ട് ഇതേപോലെ നേരത്തെ കടന്നുറങ്ങുക, അതുപോലെ തന്നെ മിതമായ നല്ല ഭക്ഷണം കഴിക്കുക, അതുപോലെ വ്യായാമം ചെയ്യുക. എന്തുകൊണ്ടും മനസ്സിനെ ശക്തിപ്പെടുത്താൻ മെഡിറ്റേഷനും അതെല്ലാം ആയിട്ട് നല്ല ഒരു യോഗ എല്ലാം എടുത്തിട്ട് വളരെ മൈൻഡ് പീസ്ഫുൾ ആക്കിയാലും ശരീരം നല്ല രീതിയിൽ നമുക്ക് ആരോഗ്യപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് മാം വളരെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. പോയ സ്ഥലത്തുള്ള അനുഭവങ്ങളും എല്ലാം കൂടി ചേർത്തിട്ട് ക്ലാസ് വളരെ മനോഹരമാക്കി. താങ്ക് യു സോ മച്ച്. നല്ല ക്ലാസ് ആയിരുന്നു, നല്ല അറിവ്. പിന്നെ മുന്നോട്ട് വന്ന് സംസാരിച്ച എല്ലാവരോടും താങ്ക് യു. ഇന്നത്തെ സെക്ഷൻ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാണ്.